ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് കറൻ്റ്ലി നോ കോണ്ടാക്റ്റിലൂടെ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരു സെപ്പറേഷൻ ഫേസിലൂടെ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാട് എന്താണ് അവരുടെ ഒരു അഭിപ്രായം, അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നോ കോണ്ടാക്റ്റിന് മുൻപ് നിങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ഒരു അഭിപ്രായം എന്താണെന്നുള്ളതാണ്. ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. നമ്മളിവിടെ ആദ്യമേ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു പേഴ്സൺ നോ കോണ്ടാക്റ്റിന് മുൻപ് എന്തായിരുന്നു നിങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, എന്തായിരുന്നു അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളതാണ്. ഹെറോഫണ്ട്, 10 ഓഫ് കപ്സ്, സ്ട്രെങ്ത്, നൈറ്റ് ഓഫ് കോയിൻസ്, ഹെർമിറ്റ്, the sun, 6 of cups, empress, 6 of coins, 3 of coins, 8 of coins, 9 of coins, the world, 5 of wands, the emperor, 7 of wands. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലുള്ള ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു നോ കോണ്ടാക്റ്റ് പീരീഡിന് മുൻപ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. എന്നാൽ ചില നെഗറ്റീവായിട്ടുള്ള ഒരു ട്രീറ്റും കയറി വന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. എങ്കിലും നിങ്ങൾ വളരെയധികം ജെന്യുവൻ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് അവർ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ നിങ്ങളെ കണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. മാത്രമല്ല ഇവിടെയുള്ള ഒരു മിക്ക എനർജീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു സ്റ്റേബിൾ ലോങ് ടേം റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതിനൊക്കെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് അവർ നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ കണക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് നാളുകളായിട്ടുണ്ടായിരുന്ന ഒരു കണക്ഷൻ ആയിരിക്കാം. ചിലരെ സംബന്ധിച്ച് പാസ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കണക്ഷൻ ആയിരിക്കാം. ചൈൽഡ്ഹുഡ് മുതലേ അറിയുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യത. അങ്ങനെ ആ ഒരു ഡീപ്പ് ബോണ്ടിങ് ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. ചിലർക്ക് അങ്ങനെയല്ല. ചില വ്യക്തികൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ തന്നെ ഒരു സോൾമേറ്റ് ലെവൽ കണക്ഷൻ ഫീൽ ചെയ്യാറുണ്ട്. ഇതിന് മുൻപും നമുക്ക് പരിചയമുള്ള, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ മനസ്സിൽ എവിടെയോ ഉണ്ടായിരുന്ന ആ ഒരു മുഖം എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് പറയുന്ന പോലെയുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കണ്ടിരുന്നത്. മാത്രമല്ല ഇവിടെ നമ്മൾ ഇനിഷ്യൽ എനർജീസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം പേഷ്യൻസ് ലെവലൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ചിലപ്പോൾ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ ഈ ഒരു വ്യക്തി ഒരു പരിധിവരെയൊക്കെ മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും വിട്ടുവീഴ്ച ചെയ്യാനോ ഒന്നും മടിയില്ലാത്തൊരു പ്രകൃതമായിരുന്നിരിക്കാം. ഈ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു കോൺടാക്റ്റിന് മുൻപുള്ള, അല്ലെങ്കിൽ നോ കോൺടാക്റ്റിലേക്ക് വരുന്നതിന് മുൻപുള്ള എനർജീസൊക്കെയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളെക്കുറിച്ച് ആ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ലൈഫിൽ നമ്മളോടൊപ്പം ചേർക്കാൻ പറ്റിയൊരു വ്യക്തിയായിട്ട് തന്നെ അവർ കണ്ടിട്ടുള്ള ഒരു പേഴ്സണാണ്. നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിലും ലൈഫ് ലോങ് കൂടെ കൂട്ടാൻ പറ്റിയൊരു വ്യക്തി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളിലും ഹെൽപ്പ് വരുമ്പോൾ ചോദിക്കാൻ പറ്റുന്നൊരു പേഴ്സൺ, അഡ്വൈസ് ചോദിക്കാൻ പറ്റുന്നൊരു വ്യക്തിയായിട്ടൊക്കെ തന്നെയാണ് അവർ നിങ്ങളെ കണ്ടിരുന്നത്. ഒരു ഫാമിലി മെറ്റീരിയലായിട്ടൊക്കെ കാണുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാം. എന്നാൽ അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടേതായിട്ടുള്ള ഒരു വേദനയോ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടും ഈ ഒരു പേഴ്സണെ ചിലപ്പോൾ സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ചില സമയത്തൊന്ന് സ്വയം ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്ന ഒരു പ്രകൃതം. അതായത് ചില റിലേഷൻഷിപ്പിൽ നമ്മൾ കാണാറുണ്ട്, വലിയ കുഴപ്പമില്ലാതെ പോവുകയാണെന്നുണ്ടെങ്കിലും ഒരാൾ ചിലപ്പോൾ പെട്ടെന്ന് മൂടിയായിട്ട് മാറുന്നൊരവസ്ഥ.
അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു എന്താ പറയുക, നല്ല വൈബുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് തന്നിലേക്ക് തന്നെ ആ ഒരു ഷെല്ലിലേക്ക് പോകുന്നൊരു എനർജിയൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയും ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവും. എങ്കിലും നിങ്ങളെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലോങ് ടേം ആയിട്ട് കൂടെ കൂട്ടാൻ പറ്റിയ ഒരു വ്യക്തിയായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു പേഴ്സൺ തന്നിട്ടുണ്ടാവാം, നിങ്ങൾ തിരിച്ചും കൊടുത്തിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ഒരു ഡീപ്പ് റിലേഷൻഷിപ്പായിട്ട് തന്നെയാണ് അവർ കണ്ടിരുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഫിസിക്കലി, ഇമോഷണലി ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പേഴ്സണാലിറ്റിയും കൂടിയാണ്. ചിലപ്പോൾ ഒരുപക്ഷേ ഈ ഒരു വ്യക്തിയേക്കാൾ ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ നിങ്ങൾക്കായിരിക്കാം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവുന്നത്. അപ്പം അങ്ങനെയുള്ള നിങ്ങളുടെ ഒരു ക്വാളിറ്റീസ് കാര്യങ്ങളെല്ലാം ഈ ഒരു വ്യക്തി ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം ആ ഒരു ആത്മബന്ധവും കാര്യങ്ങളും നിങ്ങളോട് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ ഉണ്ടായിരുന്നൊരു കണക്ഷൻ ആണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു മുജന്മ ബന്ധമാണെന്നുണ്ടെങ്കിലോ ഒക്കെ ഒരു അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് കൊടുക്കുക എന്ന് പറയില്ല, എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെ കണ്ടിരുന്നത്. അതുപോലെ തന്നെ വളരെ ജനറസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മറ്റുള്ളവരോട് സഹതാപം കാണിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടൊക്കെ തന്നെ അവർ നിങ്ങളെ കണ്ടിട്ടുണ്ട്. മാത്രമല്ല വളരെയധികം ഡെഡിക്കേറ്റ് ആയിട്ട് ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ മടിയില്ലാത്ത ഒരു വ്യക്തിയാണ്. ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ സൊസൈറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ എല്ലാവരോടും മിങ്കിൾ ചെയ്ത് പോകുന്ന, അല്ലെങ്കിൽ എല്ലാവരെയും നല്ല രീതിയിൽ ഏകീകരിപ്പിച്ച് കൊണ്ടുപോകാനൊക്കെ സാധ്യതയുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കഴിവുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കണം. ഒരുപക്ഷെ ഫിനാൻഷ്യലി ഈ ഒരു വ്യക്തിയേക്കാൾ നിങ്ങൾ സ്റ്റേബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കരിയറിലോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കണം. അതായത് ചുമ്മാ ഇരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടല്ല അവർ കണ്ടിട്ടുള്ളത്. നിങ്ങൾ വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് തന്നെ കാണാം. ചിലർ നമ്മൾ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടും അവരെക്കാളും ചിലപ്പോൾ മുന്നിലായിരിക്കും, അല്ലെങ്കിൽ അവരെ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കണ്ടിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് സ്നേഹമാണ്, അല്ലെങ്കിൽ വളരെയധികം ആ ഒരു താല്പര്യത്തോടെ നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു കൊടുക്കാനായിട്ട് മടിയില്ലാത്തൊരു വ്യക്തിയായിരിക്കാം. നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ അത്രയും ആ ഒരു ലവ്, കെയർ, എഫെക്ഷൻ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണിന് വേണ്ടി ചെയ്തു കൊടുക്കാനായിട്ട് താല്പര്യമുള്ള ഒരു വ്യക്തി. ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ മാത്രമല്ല, എല്ലാവരോടും അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങളോടൊരു ആവശ്യം ചോദിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തോന്നുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു മടി ഉണ്ടാവില്ല. എന്നാൽ അതേ സമയം തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങളൊന്ന് തിരിഞ്ഞു വന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രീതിയായിട്ടുള്ള ചില കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ദേഷ്യം കാണിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഡിഫെൻഡ് ചെയ്യാനോ ഒരു മടിയില്ല. അതായത് ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ചിലപ്പോൾ ഉണ്ടാകുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം നിങ്ങൾ. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ലൈഫ് ലോങ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു കണക്ഷനാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ലോങ് ടേം റിലേഷൻഷിപ്പായിട്ട് അവർ കണ്ടിട്ടുള്ള ഒരു ബന്ധമാണ് എന്നുള്ളതൊക്കെ നമുക്കിവിടെ കാണാം. ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ്, അതിന് അർഹതയുള്ള ഒരു പേഴ്സണായിട്ട് തന്നെയാണ് അവർ കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ ഈ ഒരു ലാസ്റ്റിലേക്ക് വരുന്ന എനർജീസിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ കുറച്ചൊന്ന് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നതായിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ വന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു പക്ഷേ ആദ്യമുള്ള ഒരു എനർജിയിൽ നിന്നുള്ളൊരു മാറ്റം അവസാന കാലഘട്ടങ്ങളിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള കണക്ഷനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ട് നിൽക്കുന്നതായിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ പല കാര്യങ്ങൾക്കും കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം, ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അത്രയും ഒരു ഡീപ്പായിട്ടുള്ള ബോണ്ടിങ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് എൻ്റെ കണക്ഷൻ ഇത്രയും ഡീപ്പാണ്, ഞാൻ അത്ര സ്നേഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പോലും ഓർക്കാണ്ട് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണിൽ ഉണ്ടായതായിട്ട് നമുക്ക് കാണാം, അല്ലെങ്കിൽ അവരങ്ങനെ നിങ്ങളെക്കുറിച്ച് അങ്ങനെയാണ് ആ ഒരു സമയത്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓവറോളായിട്ട് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും വ്യത്യസ്തതയുള്ള വ്യക്തികളായിരിക്കാം. ഒരുപാട് ഡിഫറൻസസ് ഉണ്ടാവാം. അത് ചിലപ്പോൾ ഫിനാൻഷ്യലിയോ, അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ റിലീജിയൻ, കാസ്റ്റ്, അങ്ങനെയുള്ള ഏത് കാര്യത്തിൽ വേണമെന്നുണ്ടെങ്കിലും ഒരുപാട് ഡിഫറൻസസ് ഉണ്ടാവാം. പക്ഷേ അങ്ങനെയുള്ള ഒരു വൈരുദ്ധ്യങ്ങൾക്കിടയിലും നിങ്ങൾ അത്രയും മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അങ്ങനെയാണ് കണ്ടിരുന്നത് എന്നുള്ളതും കാണാം. കാര്യം ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളൊക്കെ അവർക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷനായിട്ടും, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു വളരെ ഹാർഡ് വർക്കൊക്കെ ചെയ്യാൻ മടിയില്ലാത്ത ഒരു വ്യക്തിയായിട്ടും ഒക്കെ തന്നെയാണ് അവർ നിങ്ങളെ കണ്ടിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സണ്
ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാട് എന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ? അല്ലെങ്കിൽ അതിനകത്ത് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്? 10 of water, 7 of earth, emperor, 7 of air, page of fire, 2 of air, 10 of fire, 6 of air, 4 of water, 2 of fire, empress, king of fire, 5 of earth, hierophant, ace of air. ഇപ്പോൾ നമ്മൾ നിലവിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ചില എനർജീസൊക്കെ വീണ്ടും ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾക്കൊന്നും മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. പ്രത്യേകിച്ച് അവർക്ക് നിങ്ങളോട് ഉണ്ടായിരുന്ന ആ ഒരു ആത്മബന്ധം അല്ലെങ്കിൽ ആ ഒരു കണക്ഷനിൽ ഉണ്ടായിരുന്ന ഒരു ഇൻറ്റിമസി, സോൾമേറ്റ് ലെവൽ ഫീലിംഗ്, ഇതിനകത്തൊന്നും ഇപ്പോഴും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കാണാം. അതെല്ലാം അതേപടി ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുണ്ട്. നോ കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും തീർത്തും ആ ഒരു ഇമോഷണൽ എൻജോയ്മെൻറ്റ്, അറ്റാച്ച്മെൻറ്റ്, അതെല്ലാം അവർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം ഇപ്പോഴും അതിനകത്ത് ഉള്ളതായിട്ട് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. എന്നാലും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടെന്നുള്ളതിനെക്കുറിച്ച് അവർക്കൊരു മാറ്റമില്ല. ഒരുപക്ഷേ നിങ്ങൾ ഈ ഒരു നോ കോൺടാക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കാം ഇവരോട് പെരുമാറുന്നത്. അതായത് നിങ്ങളുടെ സ്റ്റാൻഡ് വിട്ട്, നിങ്ങളുടെ നിലപാട് വിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ടാവില്ല. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് മാത്രമല്ല എനിക്കും ഇങ്ങനെ തന്നെ നിൽക്കാൻ അറിയാമെന്നുള്ളൊരു സ്റ്റാൻഡിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളും കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ട് നിൽക്കുന്നതായിട്ട് തോന്നുന്നത്. അല്ലാതെ ഇപ്പോൾ ബെഗ് ചെയ്ത് പുറകെ പോകുന്നവരാണ്, എന്നോടൊന്ന് സംസാരിക്കണേ, എനിക്കൊരു മെസ്സേജ് തന്നെ എന്ന് പറഞ്ഞ് ചെല്ലുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ആ ഒരു ഈഗോയിസ്റ്റിക് നേച്ചർ ഉണ്ടെന്ന് തോന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു എനർജി നമുക്കിവിടെ കാണാം. അപ്പോൾ അവർക്ക് ഇവർ കുറച്ചൊരു ഡൗട്ട്ഫുള്ളാണ് ഈ ഒരു പേഴ്സൺ നിലവിലെന്ന് പറയാം. അതായത് ആ ഒരു ഡൗട്ട്ഫുൾ ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തന്നെയായിരിക്കണം. നമ്മളിവിടെ പറഞ്ഞതുപോലെ കുറച്ചൊരു കോൾഡ് എനർജിയിൽ തന്നെയായിരിക്കണം നിങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടും ഒരു ഇപ്പോൾ മനസ്സിനകത്ത് പെയിനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളതൊന്ന് പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും അവർ ആ ഒരു വെയിറ്റിംഗ് എനർജി അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയൊക്കെ അവർക്കുള്ളതായിട്ട് കാണാം. പക്ഷേ എന്തോ ഈ ഒരു പേഴ്സണ് നിങ്ങളിപ്പോൾ പഴയതുപോലെയല്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ മറയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഹൈഡിങ് നേച്ചറുണ്ട് എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് ഈ ഒരു വ്യക്തിക്ക് വന്നതായിട്ട് തന്നെ കാണാം. അതൊരു പക്ഷേ നമ്മൾ സാധാരണയായിട്ട് പറയുന്ന പോലെ ഒരു റിലേഷൻഷിപ്പിൽ അകൽച്ചയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു പരിധിവരെ കാര്യങ്ങൾ നമ്മൾ ഊഹിച്ചുകൊണ്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ പുറമെ നിന്ന് കാണുന്നതിനനുസരിച്ച് ജഡ്ജ് ചെയ്യാനായിട്ട് നോക്കും. എന്ന് പറയുന്ന പോലെയുള്ള സംഗതികളും ഉണ്ടായിരിക്കും. ഇപ്പോൾ തീർത്തും നോ കോൺടാക്റ്റ് ആണ്. പക്ഷേ സോഷ്യൽ മീഡിയാസിലൊക്കെ നിങ്ങൾ പരസ്പരം സ്പൈ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഫ്രണ്ട്സ് ത്രൂ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കരുതുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടായിരിക്കാം. എന്തൊക്കെയോ ഒരു ഹൈഡിങ് നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. നിങ്ങളും ഓപ്പൺ അപ്പ് അല്ല. നിങ്ങളുടെ ഒരു പ്ലാനും പദ്ധതിയൊന്നും അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ വളരെ എവിഡന്റ് ആയിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആണ് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ. ഇവിടെ നമ്മൾ ഈ 2 എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കാണാം. അവരെ സംബന്ധിച്ച് അവർക്ക് ആ ഒരു ഡൗട്ട് വരാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത നടപടി എന്തായിരിക്കും എന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങളൊരു പക്ഷേ ഒരു ക്രോസ് റോഡിലാണ്. അപ്പോൾ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും എന്നുള്ളത് അവർക്ക് പഴയതുപോലെ ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളപ്പോൾ അവർക്ക് അങ്ങനെ നിങ്ങളെക്കുറിച്ച് വളരെ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ അവർക്ക് അതിന് കഴിയുന്നില്ല. നമ്മളീ പറഞ്ഞതുപോലെ നിങ്ങളും ആ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു നിലപാടിൽ തുടരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇവരില്ലാന്നുണ്ടെങ്കിൽ എനിക്കും ഒരു കുഴപ്പവുമില്ല. ഞാനും ഇങ്ങനെ തന്നെ പോവും. ഞാനും ഓക്കെയാണ് എന്നുള്ള ഒരു സ്റ്റാൻഡ് നിങ്ങൾ വിടാത്തത് കൊണ്ടായിരിക്കണം. കാരണം നേരത്തെ നമ്മൾ എടുത്തപ്പോൾ നമ്മൾ കണ്ടതാണ് അവർക്ക് ഒരുപാട് സപ്പോർട്ട്, കെയർ കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്.
ഇപ്പോൾ അത്രയൊക്കെ അവിടെ എക്സ്പ്രസീവ് ആയിരുന്ന ഒരു പേഴ്സൺ ഇപ്പോൾ അങ്ങനെ ആവുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു പഴയ അറ്റാച്ച്മെന്റിലേക്ക് വരുന്നില്ല. സെപ്പറേഷൻ ഫേസ് ആണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവരുടെ പുറകെ ചിലപ്പോൾ നിങ്ങൾ ചെന്നിട്ടുണ്ടാവാം ഇതിന് മുൻപൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹാബിറ്റ് ഒക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവർക്ക് വളരെ സസ്പീഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ആയിട്ട് അവർ നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ്. ഈ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾക്കും എന്തൊക്കെയോ പ്ലാനിംഗ് ഉണ്ട്. പക്ഷെ അതിന് നിങ്ങൾ റിവീൽ ചെയ്യുന്നില്ല. അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതെന്താണ് നിങ്ങളുടെ പ്ലാൻ എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുമില്ല. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് ഹാർഡ്ഷിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരുപാട് നിങ്ങള് വേദനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങള് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു പെയിനും കാര്യങ്ങളൊന്നും എടുക്കാൻ തയ്യാറല്ല. നിങ്ങള് കൂടുതലൊരു സേഫ് സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് ഈ ഒരു എനർജി കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങൾ അത്രയും അറ്റാച്ച്ഡ് അല്ല. നിങ്ങൾക്കൊരു ഡിസ്കണ്ടന്റ് ആൻഡ് ബോർഡം എനർജിയൊക്കെ ഉണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ പഴയ താല്പര്യം ഇല്ല. പഴയ ഇൻട്രസ്റ്റ് നിങ്ങൾക്കില്ല എന്നാണ് അവർക്കിപ്പോൾ തോന്നുന്നത്. എന്നാൽ അതേ രീതിയിൽ അവർ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് അവരെ മറന്ന് കളയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അവരോട് ഇപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്. അല്ലെങ്കിൽ ആ ഒരു എനർജി ഇപ്പോഴും നിങ്ങൾക്ക് അവരോടുണ്ടെന്നുള്ളൊരു തോന്നലും ഈ വ്യക്തിക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഇവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. ഒരു വശത്ത് ആ ഒരു പേഴ്സൺ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സേഫ് സോൺ നോക്കി പോകുന്നു. നിങ്ങൾ ചിലപ്പോൾ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് കൂടുതൽ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവാം. അപ്പോൾ അത് ഈ ഒരു പേഴ്സണ് വളരെയധികം അസഹിഷ്ണുത ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഒരു സൈഡിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെ അവർക്ക് എന്നെ കളഞ്ഞിട്ടൊന്നും പോകാൻ പറ്റില്ല. അത്രയും ഡീപ്പായിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് അല്ലേ. അവരുടെ മനസ്സിനകത്ത് എന്തായാലും ഞാൻ കാണും എന്നുള്ള ആ ഒരു എനർജി അതും നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് വിഷമിച്ചതുകൊണ്ടായിരിക്കാം ഈ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതിനകത്ത് ഒരുപാട് സഫർ ചെയ്തതുകൊണ്ടായിരിക്കാം നിങ്ങളിങ്ങനെ മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഒറ്റപ്പെടുത്തുന്ന ഐസൊലേറ്റ് ആയിട്ട് നിൽക്കുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നൊക്കെയുള്ള ഒരു എനർജി നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവർ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേയധികം മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്കിലും നിങ്ങളെ സമീപിക്കാൻ സാധിക്കും എന്നുള്ളൊരു ചിന്തയാണ്. കാരണം നിങ്ങളിപ്പോഴും വളരെ റിജിഡായിട്ട് നിങ്ങളുടെ ഒരു ആവശ്യങ്ങളോ കാര്യങ്ങളോ എന്താണോ അത് മുറുകെ പിടിച്ച് നിൽക്കുന്നതായിട്ട് തന്നെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വിട്ടുവീഴ്ചയോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഫീസ് ഉണ്ടാവുന്നതിന് മുൻപ് ഇവരോട് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലാരിറ്റി ചോദിച്ചിട്ടുണ്ടാവാം. അതിനെ ചൊല്ലിയായിരിക്കും ചിലപ്പോൾ ഈ ഒരു രീതിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇതിനകത്തൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ കൊള്ളാമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലേ ഇതിനകത്ത് ചേഞ്ചസ് ഉണ്ടാക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് വരാനായിട്ട് കഴിയും എന്നുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാം. അതായത് ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്, ഈ ഒരു വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളിലേക്ക് വന്നിട്ട് ഈ ഒരു സെപ്പറേഷൻ ഫേസ് അവസാനിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്രയും ഒരു രീതിയിലിരിക്കുന്ന ഒരു വ്യക്തിയല്ല. നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു പേഴ്സണ് തിരിച്ചു വരണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെപ്പറേഷൻ ഫേസ് അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഈ ഒരു പേഴ്സൺ എടുക്കണം. അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു പേഴ്സൺ നടത്തണം. അവർ നിങ്ങൾക്ക് ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് തരാനും അല്ലെങ്കിൽ ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ റെഡി ആയിട്ട് വേണം ഈ ഒരു പേഴ്സൺ വരാൻ. എങ്കിൽ മാത്രമേ ഇതിനകത്തൊരു ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരാനായിട്ട് സാധിക്കും എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു എനർജിയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നിങ്ങളെക്കുറിച്ചൊരു ക്ലിയർ പിക്ചർ ഈ വ്യക്തിയുടെ മനസ്സിനകത്തില്ല. നമ്മൾ പറഞ്ഞതുപോലെ ഇവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഡബിൾ മൈൻഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്പർ 3, നമ്പർ 4, നമ്പർ 5 ആൻഡ് നമ്പർ 10. ഇതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ടോറസ് എനർജി വളരെ സ്ട്രോങ് ആണ്. അതുപോലെ ഏരീസ് ആൻഡ് പൈസസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു നോ കോൺടാക്റ്റ് മാറി ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് യൂണിവേഴ്സിനോട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.